പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS+2 ഹോം സയൻസ് കോഡ് നമ്പർ 321 19ാമത്തെ ചാപ്റ്ററിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് 6 to 11 ഇയേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ന്യൂ സിലബസ് അനുസരിച്ചുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻസർ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലിൽ വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിന്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 60% വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 19ാമത്തെ ചാപ്റ്ററിൽ വരുന്ന 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്കിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ 1 മാർക്കിന്റെ വൺ വേർഡ് ആണ്. സാധാരണ 1 മാർക്കിൽ വരുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ബ്രാക്കറ്റിൽ നിന്ന് എഴുതുക, ട്രൂ ഓർ ഫാൾസ്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ്സ്, ഇതൊക്കെയാണ്. ഇന്ന് നമ്മൾ കുറച്ച് ട്രൂ ഓർ ഫാൾസും അതേപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ആണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ പ്രത്യേകമായ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. ആൻസർ നമുക്ക് ഏത് ഭാഷയിലും എഴുതാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ചിൽഡ്രൻ ബിറ്റ്വീൻ 6 to 11 ഇയേഴ്സ് ഗെറ്റ് കൺഫ്യൂസ്ഡ് ബിറ്റ്വീൻ 6 വയസ്സിനും 11 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. വേർഡ്സ് വിച്ച് ആർ പ്രൊനൗൺസ് സെയിം വേ ബട്ട് ആർ ഡിഫറെന്റ്. വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുന്നത് ഒരേപോലെയാണ്. 6 വയസ്സിനും 11 വയസ്സിനും കുട്ടികളുടെ ഇടയിൽ വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുന്നത് ഒരേപോലെയാണ്, പക്ഷെ മീനിങ് ഡിഫറെന്റ് ആണെന്നുള്ളതാണ്. അത് തെറ്റായ ആശയമാണ്. രണ്ടാമത് ചിൽഡ്രൻ മിഡിൽ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള കുട്ടികൾ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സ്പീക്ക് ട്വിസ്റ്റർ ആണ്. മിഡിൽ ഏജ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്പീക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അത് തെറ്റാണ്. കോൺഫിഡന്റ് പാരന്റ് ഹാവ് കോൺഫിഡന്റ് ചിൽഡ്രൻ ആണ്. പാരന്റ്സിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അവിടെ കോൺഫിഡൻസ് ഉണ്ട്, അത് ട്രൂ ആണ്. പാരന്റിൽ നിന്നാണ് കൂടുതൽ കുട്ടികൾക്ക് വരുന്നത് കാര്യങ്ങൾ. നാലാമത്തെ ഡെമോക്രാറ്റിക് മെത്തേഡ് ഓഫ് ഡിസിപ്ലിൻ. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ജനാധിപത്യമാണ്. കുട്ടികൾക്കും ഫ്രീഡം ഉണ്ട്, രക്ഷിതാക്കൾക്കും ഫ്രീഡം ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. ഹെൻസ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തും എന്നതാണ്. അത് ഫാൾസ് ആണ്. ഡെമോക്രാറ്റിക് മെത്തേഡ് തന്നെ ജനാധിപത്യ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായം പറയുമ്പോൾ അവിടെ കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തും എന്നുള്ള ഒരു ആശയം ചിലപ്പോൾ തെറ്റാണ്. കുട്ടികളത് വേറെ രീതിയിലേക്ക് പോകാം എന്നുള്ള, കൂടുതൽ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവരത് വ്യതിചലിച്ചു പോകാം. പിയർ ഗ്രൂപ്പ് പ്രൊവൈഡ് ഇമോഷണൽ സെക്യൂരിറ്റി ആണ്. പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ആയിട്ട് സെക്യൂരിറ്റി കോൺഫിഡൻസും കൊടുക്കുന്നുണ്ട് എന്നതാണ് പറയുന്നത്. അഞ്ചാമത്തെയാണ്. അപ്പൊ അത് ശരിയാണ്. പിയർ എന്ന് പറഞ്ഞാൽ സമപ്രായക്കാരായ ആളുകൾ വൈകാരികപരമായിട്ടുള്ള സുരക്ഷിതത്വം കംഫർട്ടും കൊടുക്കുന്നത് ശരിയാണ്. പിയർ ഗ്രൂപ്പ് മേക്ക് ചിൽഡ്രൻ ഡിപ്പെൻഡ് ഓൺ ദർ പാരന്റ്. പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പാരന്റുമായിട്ട് അവർ ആശ്രയിക്കുന്നുണ്ട്, അവരുമായി ബന്ധപ്പെടുന്നുണ്ട്, അത് തെറ്റാണ്. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ബൈ മിഡിൽ ചൈൽഡ്ഹുഡ് ദ നമ്പർ ഓഫ് ടീത്ത് ഇൻ എ ചൈൽഡ്ഹുഡ്. ഒരു മിഡിൽ പ്രായക്കാല ആളുകൾക്ക് എത്ര പല്ലുകൾ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിന്റെ ആൻസർ 28 ആണ്. അടുത്തത് ഹെഡ് ടു ബോഡി പ്രൊപ്പോർഷൻ ഡ്യൂറിങ് ദി മിഡിൽ. നമ്മുടെ തല മുതൽ ബോഡി വരെ ഉള്ളത് എന്താണ്, അതിന്റെ പ്രൊപ്പോർഷൻ എത്ര എന്നുള്ളതാണ് പറയുന്നത്. 1/6, 6 ഭാഗം. ഓൾ ദി ബോൺസ് ഓഫ് ദി ബോഡി ആർ ഫോംഡ്. എല്ലാ ബോൺസും ശരീരത്തിൽ ഫോം ചെയ്തിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ്. മിഡിൽ ചൈൽഡിന്റെ അടിസ്ഥാനത്തിലാണ്. മിഡിൽ ചൈൽഡിന്റെ അടിസ്ഥാനത്തിലാണ്. അടുത്ത ബോയ്സ് ആർ സ്ട്രോങ്ങർ ബിക്കോസ് ദേ ഹാവ് മോർ മസിൽസ് ആണ്. ബോയ്സ് കൂടുതൽ സ്ട്രോങ് ആകാൻ കാരണം അവർക്ക് കൂടുതൽ മസിൽ ഉണ്ടെന്നുള്ളതാണ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അതേപോലെ തന്നെ ഗൈഡുകൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. എല്ലാ വിഷയത്തിന്റെ ഗൈഡുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ വിഷയത്തിന്റെ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ നമ്മുടെ ചാനൽ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും നമ്മൾ എക്സാം സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഏറ്റവും കുറഞ്ഞ ഫീസിൽ അതിൻ്റെ രജിസ്ട്രേഷൻ വർക്കുകൾ നമ്മൾ നടത്തുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ക്ലാസ്സുകൾ നൽകുമ്പോൾ നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക്, ഗൈഡ്, അസൈൻമെന്റ്, പ്രാക്ടിക്കൽ വർക്ക് ഇതെല്ലാം ഫ്രീ ആയി നൽകുകയാണ്. ഗൾഫിലുള്ളവർക്ക് ലീവിന് നാട്ടിൽ വരുമ്പോൾ എക്സാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്നവർക്ക് ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള ഓൺലൈനായി പരീക്ഷ എഴുതുന്ന +2 SSLC നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷനും നമ്മുടെ സ്ഥാപനത്തിൽ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് 9037114679. ഓക്കെ, താങ്ക് യു.